പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ എന്ന വിറ്റ്ബിയിലോട്ടുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നമുക്ക് ഈ ഒരു സ്ഥലം വിറ്റ്ബി എന്ന് പറയുന്ന സ്ഥലം നമുക്കൊന്ന് ചുറ്റിക്കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുമോ വിഷ്ണുട്ടാ? ഏകദേശം 2.5-3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഈ ഒരു സ്ഥലത്തെത്തിയത്. ഹോട്ടൽ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വീക്കെൻഡൊക്കെ നല്ല റഷുമാണ്. എന്തായാലും നമുക്ക് കിട്ടിയതാണ് ദേ ഈ ഒരു കോട്ടേജ്. ഈ ഒരു റൂമിൽ നിന്നിട്ട് ഇവിടുത്തെ ജനലിൽ കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവിടുത്തെ ചില കാഴ്ചകൾ കാണാൻ പറ്റും. പക്ഷേ ഗ്ലാസ്സൊക്കെ അത്യാവശ്യം വൃത്തികേടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് തുറന്നു നോക്കാൻ നോക്കിയതാണ് വിഷ്ണു ചേട്ടൻ. അവസാനം പണി പാളി. വിഷ്ണു ചേട്ടാ എങ്ങനെയുണ്ട്? ശരിക്കും ഇത് നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് അല്ല. അത്യാവശ്യം പൊളിഞ്ഞിരിക്കുന്ന ഒരു ജനലായിരുന്നു ഇത്. പിന്നെ നമ്മളതെല്ലാം സെറ്റാക്കി എന്തായാലും ഫിറ്റ് ചെയ്ത് പഴയതുപോലെ വെച്ചു. പാട്ടില്ലല്ലോ, തുറന്നോട്ടെ. പാട്ടില്ല, തുറന്നോട്ടെ. കേട്ടില്ല. ഇതൊരു കോട്ടേജ് ആണ്. 2 റൂമൊക്കെ ഉണ്ട്. പക്ഷേ ബാത്റൂമിൽ ഇവിടെ ഒരു റൂമിലും ഒന്നും ലോക്ക് കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ ബാത്റൂമിൽ കയറുന്ന ആൾക്കാർ പാട്ടൊക്കെ ഇട്ടാണ് ഇരുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും തുറന്ന് കയറി കഴിഞ്ഞാലേ നമ്മൾ പിന്നെ അറിയത്തുള്ളൂ. കാരണം ഇവിടെ ഒന്നിനകത്ത് ലോക്കില്ലാത്തതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് പിടികിട്ടത്തില്ല കേട്ടോ. എന്തായാലും ഞങ്ങളിതേ പുറത്തോട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ചേച്ചി എനിക്ക് മേടിക്കണം. Which one you want? I want this the second one. I like this one. This one. സെക്കൻഡ് വേണ്ട മതി. ശബരി ചേട്ടൻ എന്നെ കൊല്ലത്തില്ല. പൊന്മാൻ നിൽക്കുന്നു. Another one. This one is also എവിടെയാ നമ്മൾ പോകുന്നത്? നമ്മൾ തോട്ടിലെ സൺസെറ്റ് കാണാൻ പോവാണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് കാണാൻ പറ്റും. യെസ്റ്റർഡേ ഞാൻ വന്ന് കണ്ടാണ്. നെക്സ്റ്റ് ടൈമോ? സൺസെറ്റ് ഇവിടെ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് കടകളൊക്കെ കാണാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഏകദേശം എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഭയങ്കര ക്വയറ്റായിരുന്നു. ആവശ്യമില്ലാതെ ബഹളങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ബീച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന്. അങ്ങനെ പോയ വഴിക്ക് കണ്ടതാണ് ദേ ഈ ആളെ. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ എന്തായാലും നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. വെഡിങ് ആനിവേഴ്സറി ദിവസം എന്തായാലും പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് ഒരു പുതിയ പ്ലേസിലാവുമ്പം അതിന് കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര രസം തന്നെയാണ്. ഇപ്പം നേരം കുറച്ചും കൂടെ ഇരുട്ടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതേ ബീച്ച് കാണാനായിട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഇതേപോലെ ഭംഗിയുള്ള കുറേ സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ഇടനാഴിയിലൂടെയാണ് നടക്കുന്നത്. because now the sun is not here, that's why we Could you please talk in Malayalam? I don't know Malayalam. ഞാനിങ്ങനെയൊക്കെ ഇടും കേട്ടോ നാട്ടില്. Yeah. Could you please say something about us? They are very loud. They are very lovable, and they always love food. Food is life. Life is food, and food is love. Then we will share the food and the love unconditionally and separately in your life. You mean inseparable? Yeah, definitely. അങ്ങനെ നമ്മൾ നടന്നത് ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്.
നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നല്ല അത്യാവശ്യം തിരയുള്ള കമ്പാരിറ്റീവ്‌ലി നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഞാൻ എവിടെയും അങ്ങനത്തെ ബീച്ച് കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു വൈബ് ചെറുതായിട്ട് കിട്ടുന്ന ഒരു ബീച്ചായിരുന്നു കേട്ടോ ഇത്. Yeah. Now I'm going to sing a song. That song is very nice, and Mohanlal and Srinivasan acted in that Akkare Akkare movie. കര കാണ കടലിന് മേലെ സ്നേഹപ്പും കുരുവി പറന്നേ. സോറി, ഇവിടെ സീകളാണ്. സീകൾ പറന്നേ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ ഇറങ്ങി ഈ കടൽ പാലത്തിൻ്റെ അതുവഴി കുറച്ച് നേരം പോയി അവിടെയൊക്കെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് അത് ഭയങ്കര രസമായിരുന്നു. നന്നായിട്ട് തിരയടിക്കുന്ന സൗണ്ടും ആ ഒരു വൈബും കാറ്റും ഒക്കെ ഭയങ്കരമായിട്ട് നാട്ടിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ആ ഒരു ഇത് എൻജോയ് ചെയ്തത്. ബീച്ച് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങോട്ട് വന്നത് അറിഞ്ഞതേയില്ല. ഇനിയിപ്പോൾ ഈ വന്ന വഴിയൊക്കെ തിരിച്ച് നടന്നു കഴിഞ്ഞാലേ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ ഇവിടെ ഉള്ളവരാണ് കട നടത്തുന്നതെങ്കിൽ അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൂട്ടി വീട്ടിൽ പോകും. അപ്പോൾ ആ സ്ഥലമെല്ലാം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അന്ന് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ്. What game? ചീട്ട് കളി. ഇംഗ്ലീഷിലെ donkey. No, donkey. Austrian. കളി മൂത്ത് കഴിഞ്ഞ ഇവിടെ ഗ്ലാസ് എറിയാൻ പാടില്ല, TV തല്ലി പൊട്ടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനെ സൈക്കോ ഞാൻ അടുത്തിരിക്കുന്ന കുത്തിക്കൊല്ല അങ്ങനെ. പേരുണ്ട് 1 2 3 സ്കിനൊക്കെ നോക്കാൻ ചൈന പിന്നെ മങ്കി ഡോഗി ഫോൾ ജോളി മോർണിംഗ് ആരും ജയിക്കരുത്, ഞാനും ജയിക്കരുത്. മതി, ഇത്രയും മതി. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.